ചൈനയിലെ ഒരു സ്റ്റാർട്ടപ്പ് കാരണം AI ലോകം മൊത്തത്തിൽ ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. അപ്പോ ഇതിൽ ഇന്ത്യക്ക് എന്തു പഠിക്കാനുണ്ട്? വാ നോക്കാം. അതെ, വെറും 160 എഞ്ചിനീയർമാർ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു AI ഉണ്ടാക്കാൻ ചൈനയ്ക്ക് വേണ്ടി വന്നത് ഇത്രയും പേരെയാണ്. അതായത് സിലിക്കോൺ വാലിയിലെ വമ്പന്മാരോട് നേർക്കുനേർ മത്സരിക്കാൻ കെൽപ്പുള്ള ഒരു AI. ഇതോടെ കളിയുടെ നിയമങ്ങളെല്ലാം മാറി. അപ്പോ ഈയൊരു മത്സരത്തിൽ ഇന്ത്യ ശരിക്കും എവിടെയാണ് നിൽക്കുന്നത്? ആദ്യം തന്നെ നിക്ഷേപത്തിലെ ഈ അന്തരം നോക്കൂ. അമേരിക്കയുടെയും ചൈനയുടെയും ഒരു വർഷത്തെ ചെലവിന്റെ അത്ര പോലുമില്ല ഇന്ത്യയുടെ 5 വർഷത്തെ ബജറ്റ്. ഈ പൈസയുടെ കുറവ് കണ്ടുപിടുത്തങ്ങളിലും കാണാം. AI പേറ്റന്റുകളിൽ ഇന്ത്യയുടെ പങ്ക് 1% പോലുമില്ല. ഇനി കമ്പ്യൂട്ടിംഗ് പവറിന്റെ കാര്യം നോക്കിയാലോ? ഇന്ത്യയുടെ 35 ഇരട്ടിയിലധികം ശക്തിയാണ് യുഎസിനുള്ളത്. ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഏകദേശം 4-5 വർഷം പിന്നിലാണ്. പക്ഷേ പണം മാത്രമല്ല ഇവിടെ പ്രധാനം എന്ന് ഡീപ് സീക്ക് തെളിയിച്ചു. AIയിലെ മുന്നിലെത്താൻ പ്രധാനമായും 2 വഴികളുണ്ട്. ഒന്നുകിൽ ഒരുപാട് പണം മുടക്കുക, അല്ലെങ്കിൽ സ്മാർട്ടായി കളിച്ച് കാര്യം നേടുക. ഡീപ് സീക്ക് തിരഞ്ഞെടുത്തത് ഈ രണ്ടാമത്തെ വഴിയാണ്. നോക്കൂ, ഇത്ര ചെറിയൊരു ടീം വെച്ചാണ് അവരത് സാധിച്ചത്. അവരുടെ വിജയരഹസ്യം ഓപ്പൺ സോഴ്സാണ്. ആർക്കും ഉപയോഗിക്കാനും മെച്ചപ്പെടുത്താനും പറ്റുന്നതുകൊണ്ട് ഇത് AIയെ എല്ലാവർക്കും പ്രാപ്യമാക്കുന്നു. അപ്പ ഇതാണ് ഡീപ് സീക്കിന്റെ പ്ലേബുക്ക്. ചെലവ് കുറയ്ക്കുക, ചെറിയ ടീം, ഓപ്പൺ സോഴ്സ്. AI ഉണ്ടാക്കാൻ പുതിയൊരു വഴി തുറന്നിരിക്കുന്നു. ഈ വഴി ഇന്ത്യയ്ക്ക് കോപ്പിയടിക്കാൻ പറ്റുമോ? ഒറ്റനോട്ടത്തിൽ കൊള്ളാമെന്ന് തോന്നുമെങ്കിലും ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇന്ത്യ നേരിടുന്നത് വലിയ പ്രതിസന്ധികളാണ്. ആവശ്യത്തിന് പണമില്ല, കഴിവുള്ളവർ കുറവ്, പിന്നെ കമ്പ്യൂട്ടിംഗ് പവറിന്റെ അഭാവവും. ഇന്ത്യയിൽ ഇങ്ങനൊരു AI മോഡൽ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 850 കോടി രൂപയെങ്കിലും വേണ്ടിവരും. പക്ഷേ ഈ വെല്ലുവിളികൾക്കിടയിലും കഴിമാറ്റാനായി ഇന്ത്യ ഒരു പുതിയ ദൗത്യം തുടങ്ങിയിട്ടുണ്ട്. 10,372 കോടി രൂപ. ഇതാണ് പുതിയ ഇന്ത്യ AI മിഷന്റെ 5 വർഷത്തേക്കുള്ള ബജറ്റ്. ലക്ഷ്യങ്ങൾ വ്യക്തമാണ്. കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങൾ കൂട്ടുക, നമ്മുടെ സ്വന്തം AI മോഡലുകൾ ഉണ്ടാക്കുക, സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുക. ഇതിനകം തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും പുതിയ കളിക്കാർ വരുന്നുണ്ട്. അതിലൊന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ AI യൂണിക്കോണായ കൃത്രിം. സർവം AI, ഭാരത് GPT പോലുള്ളവർ ഇന്ത്യൻ ഭാഷകൾക്ക് പ്രാധാന്യം നൽകുന്ന മോഡലുകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പ്ലേബുക്ക് ഇതായിരിക്കണം. ഡീപ് സീക്ക് പോലെ സ്മാർട്ടായി കളിക്കുക, നമ്മുടെ കഴിവുള്ളവരെ ഒരുമിപ്പിക്കുക, ഒപ്പം സ്വന്തമായി ഹാർഡ്വെയർ ഉണ്ടാക്കുക. അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ്: ഈ ആഗോള AI മത്സരത്തിൽ വലിയ പണച്ചെലവിനെ ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ട് മറികടക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമോ?